റജബ് മാസം വളരെ അനുഗ്രഹീതമായ മാസമാണ്. ബറക്കത്ത് നിറഞ്ഞ മാസമാണ് റജബ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത മാസമാണ് റജബ്. നമ്മളെല്ലാവരും പ്രത്യേക ചര്യ നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ, വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ എന്ന് നമ്മൾ മനമൊരുങ്ങി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആ വിശുദ്ധമായ റമളാനിലേക്ക് എത്തിച്ചേരാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ബറക്കത്ത് എന്ന് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ബറക്കത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിൽ ഒരു മലയാള പദം പോലെ കടന്നു വരുന്ന ഒരു അറബി പദമാണ് ബറക്കത്ത്. നമ്മൾ അലിഫ് എന്നൊരക്ഷരം പോലും അറിയില്ലാത്ത ഒരു വ്യക്തിയും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാറുണ്ട്. നമ്മളെല്ലാവരും സർവ്വസാധാരണ ഉപയോഗിച്ച് വരുന്ന ഒരു അറബി പദമാണ് ബറക്കത്ത്. എന്താണ് പ്രിയപ്പെട്ടവരെ ബറക്കത്ത്? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാ അർത്ഥം ഐശ്വര്യം, പുരോഗതി, അനുഗ്രഹം, സൗഭാഗ്യം, വളർച്ച, വർദ്ധനവ്, സമൃദ്ധി എന്നൊക്കെ ഇങ്ങനെ ധാരാളം അർത്ഥങ്ങൾ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബറക്കത്തിന്റെ നിർവചനം അൽ ബറക്കത്തു ഹിയ സുബൂത്തുൽ ഖൈരി ഇലാഹി, ഇതാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ബറക്കത്ത് എന്ന വാക്കിന് പറഞ്ഞ നിർവചനം. അൽ ബറക്കത്തു ഹിയ സുബൂത്തുൽ ഖൈരി ഇലാഹി, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ദൈവീകമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അത് ജീവിതത്തിൽ നിലനിന്ന് കിട്ടുകയും ചെയ്യുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ലഭിച്ച നന്മകൾ സ്ഥിരമായി നിലനിൽക്കാനാണ് ബറക്കത്ത്. അതിൻ്റെ വർദ്ധനവ്, അതിൻ്റെ വളർച്ച, അല്ലാഹു നമുക്ക് ഒരുപാട് നൽകുന്നതിനല്ല ബറക്കത്ത് എന്ന് പറയുന്നത്. ഒരുപാട് കിട്ടലല്ല ബറക്കത്ത്, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് സമ്പത്തും ഭൗതികമായ ഒരുപാട് സമ്പത്ത് സമൃദ്ധിയും ഒന്നുമല്ല ബറക്കത്ത്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം അത് നഷ്ടപ്പെട്ടു പോകാതെ നിലനിന്ന് കിട്ടുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ വ ഖുലൂബിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈതനാ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് ചെയ്യണം. ഞങ്ങളുടെ കണ്ണുകളിലും ഞങ്ങളുടെ ചെവികൾക്കും ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണം എന്നിങ്ങനെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ കണ്ണിന് കിട്ടുന്ന ബറക്കത്ത്? എന്താണ് നമ്മുടെ കാതിൻ്റെ ബറക്കത്ത്? മരണം വരെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകാതെ ആ കാഴ്ച ശക്തി നിലനിന്ന് കിട്ടുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ചെവിയുടെ ബറക്കത്ത്, ചെവിയുടെ കേൾവശക്തി നഷ്ടപ്പെട്ടു പോകാതെ, ആ ചെവിയുടെ കേൾവിക്കൊരു മങ്ങലുണ്ടാകാതെ മരണം വരെ കേൾവി ശക്തിയോടുകൂടി ജീവിക്കുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ സർവ്വ അനുഗ്രഹങ്ങളും അത് നഷ്ടപ്പെട്ടു പോകാതെ നിലനിന്ന് കിട്ടുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണ് ഈ ബറക്കത്ത് നൽകുന്നത്? ബറക്കത്ത് നൽകുന്നവൻ
സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. പഴയകാലത്ത് എല്ലാ ദിവസവും വീടുകളിൽ പാരായണം ചെയ്യപ്പെട്ടിരുന്ന ഒരു സൂറത്ത്, 30 ആയത്തുകളുള്ള സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം ഏതൊരുവിന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. എല്ലാ ബറക്കത്തുകളും ഉടമപ്പെടുത്തിയവനാകുന്നു അല്ലാഹു. അവൻ എല്ലാത്തിനും ശക്തിയുള്ളവനാകുന്നു, കഴിവുള്ളവനാകുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു അവനെ വിശേഷിപ്പിച്ചത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ബറക്കത്തുള്ളവൻ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അദ്ദേഹം പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യാത്ര പോകുകയാണ്. മരുഭൂമിയിലൂടെയുള്ള ദീർഘമായ യാത്ര, അതിശക്തമായ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് തിളച്ചു കിടക്കുന്ന മരുഭൂമിയിലൂടെ കാൽനടയായി ഒട്ടകപ്പുറത്ത് കഴുതപ്പുറത്ത് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രാമധ്യേ വെള്ളമില്ല. ധാരാളം സഹാബാക്കളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. ഹുദൈബിയ യുദ്ധം കഴിഞ്ഞാണ് പ്രവാചകനും സഹാബാക്കളും യാത്ര പോകുന്നത്. സഹാബാക്കൾ വന്ന അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞു, നബിയേ, ശക്തമായ ചൂടാണ്, മരുഭൂമിയാണ്, കുടിക്കാൻ വെള്ളമില്ല, വുളൂ ചെയ്യാൻ വെള്ളമില്ല, വെള്ളമില്ലാതെ പല സഹാബത്തും പ്രയാസപ്പെടുകയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് ആവലാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉത്ലുബു ഫളലതൻ മിൻ മാഇൻ. ആരുടെയെങ്കിലും കയ്യിൽ അല്പമെങ്കിലും വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ആരുടെയെങ്കിലും കയ്യിൽ അല്പമെങ്കിലും വെള്ളം. ഫജാഉ ബിഇനാഇൻ ഫീഹി മാഉൻ ഖലീൽ. അവരൊരു ചെറിയ തോൽപാത്രം കൊണ്ടുവന്നു. ആ തോൽപാത്രത്തിന്റെ ഉള്ളിൽ അല്പം വെള്ളമുണ്ട്. അല്പം വെള്ളം, അതേ ഉള്ളൂ വെള്ളം എന്ന് പറയാൻ സഹാബത്തിന്റെ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുറഞ്ഞ വെള്ളമുള്ള പാത്രത്തിലേക്ക് ഫഅദ്ഖല യദഹു ഫിൽ ഇനാഇ സുമ്മ ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാത്രത്തിലേക്ക് തന്റെ അനുഗ്രഹീതമായ കൈ ഇങ്ങനെ ഇറക്കി വെച്ചു. ഹിയ അലൽ തഹൂരിൽ മുബാറക്, ഹയ്യ അലൽ തഹൂരി അലൽ മുബാറക്. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റഅയ്തുൽ മാഅ യൻബഉ മിൻ ബൈനി അസാബിഇ റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകളുടെ ഇടയിലൂടെ ഉറവ പ്രവഹിക്കുന്നത് പോലെ ശുദ്ധജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ വിശാലത്തിന്റെ കൈവിരലുകളുടെ ഇടയിലൂടെ വെള്ളമിങ്ങനെ പ്രവഹിക്കുകയാണ്, അതിങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹയ്യ അലൽ തഹൂരിൽ മുബാറക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു, വെള്ളം വേണ്ടവർ അനുഗ്രഹീതമായ വെള്ളമെടുക്കാൻ വന്നോളി. എല്ലാവർക്കും വെള്ളം ഇങ്ങോട്ട് പോരെ. കുടിക്കാൻ വെള്ളം, കുളിക്കാൻ വുളൂ ചെയ്യാൻ വെള്ളം. ഇതാ ഈ വിരലുകളുടെ ഇടയിലൂടെ ശുദ്ധമായ വെള്ളം പ്രവഹിക്കുന്നു. നിങ്ങളുടെ പാനപാത്രങ്ങളിൽ വെള്ളം ശേഖരിച്ചു കൊള്ളുക. വന്നോളി. ഹയ്യ അലൽ തഹൂരിൽ മുബാറക്. അനുഗ്രഹീതമായ വെള്ളം കോരാൻ എടുത്തോളാൻ വന്നോളി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക്, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ വാക്കിന്റെ അടിയിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതൊരു മാജിക്കൊന്നുമല്ല. ഈ വെള്ളം ഇങ്ങനെ പ്രവഹിക്കാൻ ഇതൊരു കൺകെട്ട് വിദ്യയൊന്നുമല്ല. തീർച്ചയായും ഇത് ഇത് അല്ലാഹുവിന്റെ നിന്നുള്ള ബറക്കത്താണ്. അല്ലാഹു എനിക്ക് നൽകിയ ബറക്കത്താണ് ഇതെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സംഭവം ഞാൻ പറഞ്ഞത്, എല്ലാ ബറക്കത്തും കൊടുക്കുന്നത് അല്ലാഹുവാണ്.
നമുക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയും. നമുക്കൊന്നു മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാൻ, ആ അനുഗ്രഹങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമേ വകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കടങ്കഥ കേട്ട ലാഘവത്തോടെ നിങ്ങൾ കേൾക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് പ്രവാചകന്റെ കൈവിരലുകളുടെ ഇടയിലൂടെ ശുദ്ധജലം പ്രവഹിച്ചു എന്നുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വെള്ളത്തെ കുറിച്ച് പറഞ്ഞത് അഫ്ളലുൽ മിയാഹി മാഉൻ നബിനബ മിൻ ബൈനി അസാബിൻ നബിയിൽ മുത്തബ യലീ മാഉ സംസമ ഫൽ ഔസറു ഫനീലു മിസ്റ സുമ്മ ബാക്കിൽ അൻഹുരി എന്നാണ്. ലോകത്തുണ്ടായ ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളം, ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളം മാഉൻ നബിനബ മിൻ ബൈനി അസാബിൻ നബിയിൽ മുത്തബ, പിൻപറ്റപ്പെടേണ്ട പ്രവാചകന്റെ അനുഗ്രഹീതമായ കൈവിരലുകളുടെ ഇടയിലൂടെ പ്രവഹിച്ച വെള്ളമാണ് ലോകങ്ങളുടെ ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളം. സംസം വെള്ളമല്ല ലോകത്തെ ഒന്നാമത്തെ വെള്ളം, ലോകത്തെ ഏറ്റവും അനുഗ്രഹീതമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകളിലൂടെ പ്രവഹിച്ച ഈ വെള്ളമാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാം സ്ഥാനം യലീഹി മാഉ സംസം, പിന്നെയാണ് സംസം വെള്ളം. നമുക്കറിയാം സംസം വെള്ളം ഏറ്റവും ബർക്കത്തുള്ള വെള്ളമാണ്. മാഉ ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദ്, ഇന്ന് ഭൂമുഖത്തുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളം സംസം വെള്ളമാണ്. സംസം വെള്ളം വലിയ അനുഗ്രഹീതമായ വെള്ളമാണ്. ലോകത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കായ ആളുകൾ ഉപയോഗിച്ചിട്ടും ഇന്ന് വരെ ഒരു തുള്ളിക്ക് പോലും കുറവ് വരാതെ 24 മണിക്കൂർ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വെള്ളം, അതാണ് ഭൂമുഖത്തുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളം. ഈ സംസത്തിനേക്കാൾ ഉത്കൃഷ്ടമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകളിലൂടെ പ്രവഹിച്ച വെള്ളമാണ്. സംസം വെള്ളം കഴിഞ്ഞാൽ ഫൽ ഔസറു, കൗസറിന്റെ വെള്ളമാണ്. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു തടാകമാണ് ഹൗദുൽ കൗസർ. മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാലിനേക്കാൾ വെളുപ്പേറിയ, കസ്തൂരിയേക്കാൾ മണമുള്ള, തേനിനേക്കാൾ മധുരമുള്ള വെള്ളമാണ് ഹൗദുൽ കൗസറിലെ വെള്ളം. അതിൽ നിന്ന് ആരെങ്കിലും ഒരു കണ്ണ് കുടിച്ചാൽ സ്വർഗത്തിൽ കിടക്കുമ്പോഴും അവര് ദാഹമുണ്ടാകുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ വെള്ളം പരലോകത്ത് കുടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളം ഫനീലു മിസ്റ സുമ്മ ബാക്കിൽ അൻഹുർ, മിസ്രിലെ ഈജിപ്തിലെ നൈൽ നദിയിലെ വെള്ളമാണ് പിന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ വെള്ളം. പറഞ്ഞില്ലേ, 4 വെള്ളത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നബി തങ്ങളുടെ വിരലുകളുടെ ഇടയിലൂടെ പ്രവഹിച്ച വെള്ളം, 2 സംസം വെള്ളം, 3 ഹൗദുൽ കൗസറിന്റെ വെള്ളം, 4 ഈജിപ്തിലെ നൈൽ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം, സുമ്മ ബാക്കിൽ അൻഹുരി. പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളത്തിനും മറ്റു വെള്ളത്തേക്കാൾ പ്രത്യേകതയില്ല. എല്ലാ വെള്ളത്തിനും ഒരേ പ്രത്യേകത മാത്രമേ ഉള്ളൂ. ലോകത്ത് പ്രത്യേകത ഉണ്ടായിട്ടുള്ള ഈ 4 വെള്ളങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അനുഗ്രഹങ്ങൾ നൽകുന്നവൻ, ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. ഈ വെള്ളം ഇങ്ങനെ പ്രവഹിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ബറക്കത്തു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്താണ് ഈ വെള്ളം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏത് സമയത്തും നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈത വഖിനാ വസ്രിഫ് അന്നാ ശർറ മാ ഖദൈത. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി തആല അലൈഹിമ സംയുക്തമായി നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈത. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് നൽകണമേ. നമുക്ക് എന്തൊക്കെ അല്ലാഹു നൽകി? എന്തൊക്കെ നൽകി? അല്ലാഹു നമുക്ക് നമ്മുടെ ആരോഗ്യം അല്ലാഹു നൽകിയതാണ്, നമ്മുടെ സമ്പത്ത് അല്ലാഹു നൽകിയതാണ്, നമ്മുടെ സന്താനങ്ങൾ അല്ലാഹു നൽകിയതാണ്, നമ്മുടെ എല്ലാം അല്ലാഹു നൽകിയതാണ്. അതിൽ ബറക്കത്ത് നൽകണമേ എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഫലവത്തായ നിലയിൽ, പ്രയോജനപ്രദമായ നിലയിൽ അല്ലാഹുവേ
അധികരിപ്പിച്ച് തന്നോന്നല്ല. സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമ്പത്ത്, കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ കട ഒന്ന് നിർത്തിയിട്ട് ഒരു വലിയ ഒരു ഹോൾസെയിൽ കട, അങ്ങനെയാണ്. അല്ലാഹുവേ, ഈ ചെറിയ കച്ചവടം എനിക്കിത് മതി, ഇതെന്ന് നിലനിർത്തി തരയണമേ എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അത് നിലനിന്ന് കിട്ടുന്നതിനോടൊപ്പം അത് പടിപടിയായി വളരുകയും അതിന്റെ ബറക്കത്ത് നന്മകൾ ഉയരുകയും ചെയ്യും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ. രണ്ടാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിഫു അന്ന ശർറ മാ ഖദൈത. അല്ലാഹുവേ, നീ വിധിച്ച തിന്മകളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണമേ. നീ വിധിച്ച എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ആ തിന്മകളെ തൊട്ട് ഞങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യണമേ. നീ വിധിച്ച തിന്മകൾ ഞങ്ങൾക്ക് ബാധിക്കാതെ, ഞങ്ങൾക്ക് ആ തിന്മകൾ ഒരു തരത്തിലുള്ള ഉപദ്രവമുണ്ടാക്കാതെ, ആ തിന്മകളെ ഞങ്ങളെ തൊട്ട് നീ അകറ്റി നിർത്തണമേ. ആ തിന്മകളെ തൊട്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്രാർത്ഥന അറബിയിൽ പഠിക്കണം. ഇനി അതൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും അല്ലാഹുവോട് പറയണം, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് നൽകണം. ഒരു റജബ് മാസമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ശഅബാൻ മാസമാകുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ. അത് മാത്രം പോരാ, എപ്പോഴും അല്ലാഹുവിനോട് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ടാകേണ്ടത് നമ്മുടെ വീടുകളിലാണ്. വീട് അനുഗ്രഹം പൂർണ്ണമായിരിക്കണം. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തബാറക അല്ലാഹ്, മാഷാ അല്ലാഹ് എന്ന് എഴുതി വെച്ചാൽ ബറക്കത്തുണ്ടാകുമോ? എഴുതി വെച്ചാൽ കൊണ്ട് മാത്രം ബറക്കത്തുണ്ടാകുമോ? ബറക്കത്തുണ്ടാകില്ല. ബറക്കത്ത് വീട്ടിലുണ്ടാകാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പരിശുദ്ധമായ റമദാൻ മാസം സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വലിയ റജബിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശം, നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നമ്മുടെ വീട്ടിൽ രാവിലെ ഉണരണം. സുബഹിക്ക് വാക്ക് വിളിക്കുന്നതിനോടുകൂടി നമ്മൾ ഉണരണം. കാരണം ഒരു ദിവസത്തിലെ ഏറ്റവും ബറക്കത്തുള്ള സമയം, പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ, അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫീ ബുകൂരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി, എൻ്റെ സമുദായത്തിന് നീ ബറക്കത്ത് ചെയ്യണമേ. ഫീ ബുകൂരിഹാ, ആ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചെയ്യണമേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി, അല്ലാഹുവേ എനിക്ക് ബറക്കത്ത് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മക്കളിൽ ബറക്കത്ത് ചെയ്യണം എന്നല്ല. അല്ലാഹുവിന്റെ ഹബീബിന് ഉമ്മത്തികളായ നമ്മളോടുള്ള സ്നേഹം, നമുക്ക് നന്മയുണ്ടാകാനുള്ള പ്രവാചകന്റെ അത്യാഗ്രഹം എത്ര വലുതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഏറ്റവും അനുഗ്രഹീതമായ സമയം, ബറക്കത്തുള്ള സമയം പ്രഭാത സമയം. സുബഹിക്ക് വാക്ക് വിളിക്കപ്പെടുന്ന സമയം, തഹജ്ജുദിന്റെ സമയം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ. രാവിലെ നമ്മൾ എഴുന്നേൽക്കണം. ഒരു മുസ്ലിമിന്റെ വീട് സുബഹിയോടുകൂടി അത് സജ്ജമാകണം. അവിടെ വെട്ടമുണ്ടാകണം, പ്രകാശമുണ്ടാകണം. അവിടെ അല്ലാഹുവിന്റെ ദിക്റുകളും വിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട് വീടിന്റെ അകത്തളം അത് അനുഗ്രഹീതമായി മാറണം. ഭൂരിഭാഗം ജനങ്ങളും ഗാഢനിദ്രയിൽ കിടക്കുന്ന സമയമാണ് പ്രഭാത സമയം. പുതപ്പിലെ ആ ചൂടിൽ നിന്നും സുഖകരമായ ഉറക്കിൽ നിന്നും എഴുന്നേൽക്കാൻ ഒട്ടും തോന്നാത്ത സമയമാണ് പ്രഭാത സമയം. പ്രഭാതമാകുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. എത്ര ആവിയുണ്ടെങ്കിലും എത്ര ചൂടും ഉഷ്ണവും ഉണ്ടെങ്കിലും പ്രഭാത സമയം, ആ സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങാൻ ഒരു വല്ലാത്ത സുഖമാണ്. വല്ലാത്ത, ആരും വിളിക്കുന്ന ഇഷ്ടമല്ല ആ സമയത്ത്.
പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് വെറും ഒരു പ്രഭാത സമയമല്ല. തന്റെ റബ്ബിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് പ്രഭാത സമയം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ നിങ്ങൾ ഉറങ്ങിൽ നിന്നും ഉണരുമ്പോൾ സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നിങ്ങോട്ട് വന്നവരാണ്. ഓരോ പ്രഭാതത്തിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? വെറുതെ കണ്ണു തുറന്നു എഴുന്നേൽക്കുന്നു എന്നത് മാത്രമാണോ നമ്മുടെ ഉണരൽ? അല്ല, അതിന്റെ പിന്നിൽ നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വലിയ ആത്മീയ പോരാട്ടം, ഒരു വലിയ സംഘടന നടക്കുന്നുണ്ട്. നിങ്ങളുടെയും പ്രഭാതത്തിൽ ഒരു വലിയ സമരം, ഒരു വലിയ പോരാട്ടം, ഒരു വലിയ സംഘടന നടക്കുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയുമോ? നമ്മളും ശൈത്താനും തമ്മിൽ ഒരു വലിയ യുദ്ധം. എല്ലാവരും അല്ല കേട്ടോ. സുബഹിക്ക് എഴുന്നേൽക്കുന്നവർ അല്ലാഹു ശത്രുവെന്ന് വിശേഷിപ്പിച്ച ഇബ്ലീസുമായുള്ളൊരു ആത്മീയ പോരാട്ടം, ഒരു വലിയ സംഘടന. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേൾക്കുമ്പോൾ സത്യവിശ്വാസിയുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്, യഅഖിദു ശൈത്താനു അലാ ആഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദിൻ യദ്രിബു കുല്ല ഉഖദത്തിൻ മഖാലഹാ അലൈക ലൈലുൻ തവീൽ അലൈക ലൈലുൻ തവീൽ ഔ കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ശൈത്താൻ നമ്മുടെ മൂർധാവിൽ, നമ്മുടെ ഉച്ചിയിൽ മൂന്ന് കെട്ടിടും. ഇത് വെറും ഒരു കെട്ടല്ല. അവൻ ഓരോ കെട്ടിലും അവൻ മന്ത്രിച്ചൂതും അലൈക ലൈലുൻ തവീൽ എന്നവൻ മന്ത്രിച്ചൂതും. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. അലൈക ലൈലുൻ തവീൽ എന്നൊരു മന്ത്രിച്ചൂതും ആ കെട്ടിൽ. അതുകൊണ്ട് സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ സുബഹി നമസ്കരിക്കണം എന്ന ചിന്തയോടുകൂടി, ആഗ്രഹത്തോടുകൂടി അലാറം വെച്ച് കിടന്നുറങ്ങുമ്പോൾ, രാവിലെ സുബഹിയുടെ ബാങ്ക് കുടങ്ങളിൽ അലയടിക്കുമ്പോൾ, അല്ലെങ്കിൽ അലാറം അടിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ട് പറയും, അലൈക ലൈലുൻ തവീൽ ഫർഖുദ് അലൈക ലൈലുൻ തവീൽ. ചെവിയിൽ വന്ന് ശൈത്താൻ മന്ത്രിക്കും, എഴുന്നേക്കാൻ സമയമായിട്ടില്ല. സുബഹി നമസ്കാരം 5:57 കിടന്നുറങ്ങിക്കോ. ബാങ്ക് വിളിച്ചതല്ലേ ഉള്ളൂ. 40 മിനിറ്റ് ഉണ്ടല്ലോ സുബഹിക്ക്. കിടന്നുറങ്ങിക്കോ. അല്പം കൂടി കഴിഞ്ഞ് പള്ളിയിൽ പോകണമെന്ന ആഗ്രഹത്തോടെ, സുബഹി നമസ്കരിക്കണമെന്ന ഒരിക്കലും അടങ്ങാത്ത അഭിലാഷത്തോടെ അവർ എഴുന്നേൽക്കും. വാച്ചിലേക്ക് നോക്കും, മൊബൈൽ എടുത്ത് നോക്കും. അപ്പോഴും വീണ്ടും ഒരു 20 മിനിറ്റ് കൂടി കാണും. ശൈത്താൻ പറയും, സമയമൊന്നും ആയില്ലല്ലോ, കിടന്നുറങ്ങിക്കോ എന്ന് പറയും. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, തല മുതൽ കാല് വരെ ശൈത്താൻ മന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ശരീരം തലോടി അവൻ പാട്ടുപാടി നമ്മളെ ഉറക്കും. ആ സമയത്ത് എന്തൊരു സുഖമാണ് ഉറക്കത്തിന്. ശൈത്താൻ നമ്മളെ പാട്ടുപാടി തടകി ഉറങ്ങുന്ന സമയമാണ് സുബഹി സമയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത തലച്ചോറുള്ള ക്ഷീണമല്ല, തലച്ചോറുള്ള തളർച്ചയല്ല, ശൈത്താന്റെ കെട്ടാണ്. അത് നമ്മെ കെട്ടിലേക്ക് വലിച്ച്, നമ്മെ കിടക്കയിലേക്ക് വലിച്ച് താഴ്ത്തുകയാണ്. ശൈത്താന്റെ ഈ കെട്ട് നമ്മുടെ കിടക്കയിലേക്ക് വലിച്ച് താഴ്ത്തുകയാണ്. ഒന്നുകൂടി തല മൂടി പുറപ്പെട്ട് തല മൂടും. ഇവിടെ ശൈത്താനുമായിട്ട് വലിയൊരു സംഘടന, ഒരു സമരം നടത്തിയാൽ മാത്രമേ നമുക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുകയുള്ളൂ. ഈ സമരത്തിൽ ശൈത്താനെ കീഴ്പ്പെടുത്തി സർവ അലസതകളും വകഞ്ഞു മാറ്റി, പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് നമ്മൾ പറയണം. ഇവിടെ ആദ്യം നമ്മൾ എഴുന്നേറ്റ് ശൈത്താന്റെ ആ
മടി, നമ്മുടെ മനസ്സിന്റെ മടി, ശൈത്താനുമായിട്ട് സമരം നടത്തിയവനെ കീഴ്പ്പെടുത്തിയിട്ട് പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ. ഈ പ്രാർത്ഥന പറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ. ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് പറഞ്ഞുകൊണ്ടാണോ ഞാൻ എഴുന്നേറ്റത്? ഞാനിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് പറഞ്ഞെഴുന്നേറ്റവർ എത്ര പേരുണ്ടെന്ന് ഒന്ന് കൈവക്കാൻ പറഞ്ഞാൽ എത്ര കൈകൾ പൊങ്ങും? അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ദിക്ർ പഠിക്കണം. നാളെ മുതൽ സുബഹി പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമ്മൾ ഈ ദിക്ർ പറയണം. സർവസ്തുതിയും മരണത്തിൽ നിന്നും പുനർജീവിതം നൽകിയ അല്ലാഹുവേ നിനക്കാകുന്നു. മരണത്തെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് ഒരു ചെറിയ മരണം എന്നാണ്. ഒരു ചെറിയ മരണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ കണ്ണടച്ചുറങ്ങി, നമ്മൾ പ്രഭാതത്തിൽ കണ്ണു തുറന്നു, അല്ലെ? നമുക്കൊരു പുനർജീവിതം കിട്ടി. അതേ സമയത്ത് ലോകത്ത് ഇന്നലെ നമ്മളെ പോലെ കണ്ണടച്ച് കിടന്നുറങ്ങിയ എത്രയോ ആയിരങ്ങൾ ഇന്ന് പ്രഭാതമായപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നിട്ടില്ല, അവരുടെ കൈകൾ ചലിച്ചിട്ടില്ല, അവരുടെ ശരീരം നിശ്ചലമായി പോയി, എന്നേക്കുമായി അവരുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഒരു പുനർജീവിതം നൽകിയ, വീണ്ടും ഒരു പ്രഭാതത്തിൽ ജീവിതം നൽകിയ അല്ലാഹുവേ സർവസ്തുതിയും നിനക്ക് മാത്രമാകുന്നു എന്ന് റബ്ബിനോട് കൃതജ്ഞതയുടെ വാക്ക് പറഞ്ഞവർ എത്ര പേരുണ്ട് സഹോദരന്മാരെ? നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹുവിനെ സ്തുതിക്കണം. നമുക്കൊരു ദിവസം കൂടി അല്ലാഹു നൽകിയിരിക്കുകയാണ്. നമുക്ക് തൗബ ചെയ്യാൻ, നന്മകൾ അധികരിപ്പിക്കാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ വീണ്ടും ഒരു പുതിയ ദിവസം കൂടി നമ്മളെ മരിപ്പിച്ച് കിടത്തിയതിനു ശേഷം ഒരു പുനർജീവിതം നൽകിയ അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ. അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണരാൻ. ഈ ഒരു ദിവസം കൂടി നമുക്ക് കിട്ടിയ ശ്വാസം അനുഭവിക്കാൻ, കണ്ണു തുറക്കാൻ, കൈകൾ ചലിപ്പിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ സ്തുതിച്ച് വേണം നമ്മുടെ പ്രഭാതം ഒരു ദിവസം ആരംഭിക്കാൻ. നമ്മൾ സാധാരണ കിടന്നുറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തലകണയുടെ അടിയിൽ വെച്ച മൊബൈൽ എടുക്കും, അല്ലെ? ആരൊക്കെ ഇന്നലെ മെസ്സേജ് ചെയ്തു, വാട്സാപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചു, ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആരൊക്കെ കണ്ടു, ആരൊക്കെ ലൈക്ക് അടിച്ചു, ഇൻസ്റ്റഗ്രാമിലെ ഇന്നത്തെ പുതിയ റീൽ ഏതാണ്, ഇത് നോക്കിയിട്ടല്ലേ പലരും എഴുന്നേറ്റ് വന്നത്. ഇന്ന് ഈ ദിക്ർ ആരെങ്കിലും പറഞ്ഞു? അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് നൽകിയ പുനർജീവിതം നൽകിയ അല്ലാഹുവിനെ സ്തുതിക്കണം പ്രിയപ്പെട്ടവരെ. ജീവൻ നമുക്ക് തിരിച്ചു നൽകിയ അല്ലാഹു, നമുക്ക് ചലനശേഷി തന്ന അല്ലാഹു, ഒരു ദിവസം കൂടി ആയുസ് നൽകിയ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുന്നേൽക്കണം. ഈ ദിക്ർ പറഞ്ഞാൽ ശൈത്താനിന്റെ 3 കെട്ടിൽ ഒരു കെട്ടടിഞ്ഞു പോകും. അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ 3 കെട്ട്, ആ കെട്ടിൽ ഒരു കെട്ട് ഈ ദിക്ർ പറയുമ്പോൾ അടിഞ്ഞു പോകും. പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. പറഞ്ഞു. രണ്ടാമതായി വുദൂ ചെയ്യുമ്പോൾ, രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി വുദൂ എടുക്കുമ്പോൾ രണ്ടാമത്തെ കെട്ട് മണി. മൂന്നാമത്തെ കെട്ട് സുബഹി നമസ്കാരത്തോട് കൂടിയാണ് അടിയുന്നത്. സുബഹി നമസ്കരിച്ചാൽ ഉന്മേഷത്തോടെ ശുദ്ധമായ മനസ്സോടെ അവൻ പ്രഭാതത്തിലാകും. ഇല്ലെങ്കിൽ മടിയനായിട്ട്, മനസ്സ് കലിശുദ്ധമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ എന്തോ വലിയ മടി, വലിയ അലസത, വലിയ ദേഷ്യം, ഇങ്ങനെയായിരിക്കും സുബഹി നമസ്കരിക്കാതെ എഴുന്നേറ്റ് വരുന്നത്. സുബഹി നമസ്കരിക്കാത്തവർ അനുഭവിച്ചിട്ടില്ല ഈ പ്രശ്നം. വലിയ മടി, ഒരു വല്ലാത്ത ദേഷ്യം, മനസ്സിൽ ഒരു വല്ലാത്ത ഒരു കലുഷിതമായ ഒരു സാഹചര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്നതിനാണ് ബർക്കത്ത്, രാവിലെ എഴുന്നേൽക്കുന്നതിനാണ് ബർക്കത്ത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം സമാഗതമാകുകയാണ്. ഈ സമയത്ത് പ്രതിജ്ഞ എടുക്കണം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ മനഃപൂർവ്വം ഞാനൊരു സുബഹിയും നഷ്ടപ്പെടുത്തി കളയുകയില്ല.
നിങ്ങൾ കഴിയുന്നിടത്തോളം ആൾക്കാർ നമ്മുടെ ഈ തൈക്കാവിന്റെ ഭാഗത്തുള്ളവർ സുബഹിക്ക് നിങ്ങൾ തൈക്കാവിലേക്ക് വരും നിസ്കരിക്കാൻ. ഈ ഭാഗത്തുള്ളവർ ഈ പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിക്കും. പള്ളിക്ക് പെയിന്റ് അടിച്ചു, പള്ളിയുടെ പുറത്ത് പെയിന്റ് അടി നടന്നുകൊണ്ടിരിക്കുന്നു. പെയിന്റ് അടിച്ചല്ല പള്ളിയെ അലങ്കരിക്കേണ്ടത്, അത് ആവശ്യമാണ്. പക്ഷേ പള്ളിയെ അലങ്കരിക്കേണ്ടത് ഇബാദത്ത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സുബഹി നമസ്കരിക്കാൻ തയ്യാറാണ്. രാവിലെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ മറക്കത്തുണ്ടാകും. അള്ളാഹു രാവിലെ കച്ചവടത്തിന് ഇറങ്ങിയാൽ, നമ്മുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് രാവിലെ ഇറങ്ങിയാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ മറക്കത്തുണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത സമയം പ്രവാചകന്റെ സൈന്യത്തെ യുദ്ധത്തിന് വേണ്ടി അയച്ചാൽ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുമായിരുന്നു. ഈ ഹദീസ് നിവേദനം ചെയ്ത സഹ്ർ റളിയല്ലാഹു അൻഹു റജുലൻ ഖാദിറൻ, വലിയ കച്ചവടക്കാരനായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത ആ പ്രഭാത സമയത്തിൽ പ്രവാചകന്റെ വസിയത്ത് നടപ്പിലാക്കിക്കൊണ്ട് അദ്ദേഹം കച്ചവട സൈന്യത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് സുബഹി വരെയുള്ള സമയത്തായിരുന്നു. അദ്ദേഹം വലിയ പണക്കാരനായി, വലിയ സമ്പന്നനായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ബർക്കത്തുണ്ടായി. ഒറ്റ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ ഈ ഹദീസ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു ചിന്ത, ഒരുപാട് ചെറിയ ചെറിയ മീൻ കച്ചവടം ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ പലരെയും നിങ്ങൾക്കറിയാം. അവർ തലയിൽ ചുമന്ന് സൈക്കിൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത ഒരു കാലഘട്ടം. ഇന്നവർ ഹോൾസെയിൽ കച്ചവടക്കാരായിരിക്കുന്നു. ഒരിടത്ത് മാത്രമല്ല, ലോകത്തിന്റെ എമ്പാടും, പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗത്തും എനിക്കറിയാം ഒരുപാട് ആളുകളെ. അവർ വലിയ സമ്പന്നരായിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ പ്രഭാതത്തിൽ ഇറങ്ങി അനുഗ്രഹീതമായ സമയത്ത് ഇറങ്ങി പുറപ്പെട്ടതിന്റെ ബറക്കത്തായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ശരിയല്ലേ? അല്ലാഹുവിന്റെ റസൂല് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത അനുഗ്രഹീതമായ സമയത്ത് ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. കിടന്നുറങ്ങരുത്, സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥനയോടെ റമദാനിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.